ഹായ് കുട്ടീസ്, നമ്മുടെ കിങ്സ് ലെവൻ്റെ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ സ്ലൈഡ്സ് ഒക്കെ പഠിച്ച് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസിന് പുറമെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ കിങ്സ് ലെവൻ്റെ മെറ്റീരിയൽ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് നമ്മുടെ കിങ്സ് ലെവൻ്റെ മെറ്റീരിയൽ നിങ്ങൾ യൂസ് ചെയ്യാനുള്ളത് എന്നുള്ളൊരു ഗൈഡാണ് പറഞ്ഞുതരാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ അവർ ബയോളജി മെറ്റീരിയൽ. നിങ്ങൾക്ക് കിങ്സ് ലെവൻ്റെ ബയോളജി മെറ്റീരിയൽ പാർട്ട് എ ആൻഡ് ബി എന്ന രീതിയിൽ 2 ബുക്സാണ് വരുന്നുണ്ടാവുക. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു സൊല്യൂഷൻ്റെ മെറ്റീരിയൽ ഉണ്ടാവും. ഇതിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആൻസറും അതിൻ്റെ റീസണും ഒക്കെ കൊടുത്തിരിക്കും. അപ്പോൾ സൊല്യൂഷൻ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം പാർട്ട് എ ബുക്ക് ഒന്ന് എടുക്കാം. ബുക്കിൻ്റെ ഇൻഡെക്സ് തന്നെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് അതിൽ ഇൻക്ലൂഡഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ സീ ബോട്ടണി സുവോളജി ടോപ്പിക്സ് മിക്സ്ഡ് ആയിട്ടാണ് നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ സുവോളജിയിൽ ആദ്യം പഠിച്ച ചാപ്റ്ററായ ലിവിങ് വേൾഡ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ലിവിങ് വേൾഡ് ചാപ്റ്റർ നിങ്ങൾ എടുക്കുമ്പോൾ ഫസ്റ്റ് തിങ് പേജ് നമ്പർ ഇപ്പോൾ 71 നമ്മൾ എടുക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. യെസ്, നീറ്റ് എക്സാമിന് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് ഓരോ വർഷവും വന്നിട്ടുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിനുശേഷം ഇവിടെ ഫുള്ള് കൺസെപ്റ്റ്സ് ആണ്. സോ നിങ്ങൾ ക്ലാസ്സിൽ നോട്ട്സ് എഴുതാനായിട്ട് നോട്ട്സ് എഴുതിയെടുക്കണം എന്നില്ല, കാരണം ഓഫ് കോഴ്സ് നിങ്ങൾക്ക് സ്ലൈഡ്സ് അപ്ലോഡഡ് ആണ്. എങ്കിൽ തന്നെയും നിങ്ങൾക്കൊരു ഹാർഡ് മെറ്റീരിയലിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ട് സോഫ്റ്റ് കോപ്പീനേക്കാളും എങ്കിൽ ദിസ് മെറ്റീരിയൽ ഹാവ് എവറി കണ്ടന്റ് ദാറ്റ് ഇസ് റിക്വയർഡ് ഫോർ യു. അപ്പോൾ എല്ലാ കണ്ടന്റും ഇവിടെ പ്രോപ്പറായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. വിത്ത് കീ നോട്ട്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് വിച്ച് ഇസ് റിക്വയർഡ് ഫോർ യു. അപ്പോൾ ഒരു NCERT ടെക്സ്റ്റിലുള്ള പോലെ തന്നെ നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള എല്ലാ ടോപ്പിക്സും കാണാൻ പറ്റും. എന്നാൽ ഇതിന് പുറമെ നിങ്ങൾക്ക് ഇവിടെയുള്ളത് യെസ് ഓഫ് കോഴ്സ് നമ്മൾ ഈ മെറ്റീരിയൽ യൂസ് ചെയ്യാനുള്ളത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് തന്നിട്ടുണ്ട്. ഫോർ ബോർഡ് എക്സാംസ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഷോർട്ട് നോട്ട്സ് ഓരോ ടോപ്പിക്കിൻ്റെയും തന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ നീറ്റ് ബേസ് ക്വസ്റ്റ്യൻസ് കാണാൻ പോകുന്നത്. സോ ഫസ്റ്റ് കാണാൻ നിങ്ങൾ സോൾഡ് എക്സാമ്പിൾസ് ആണ്. ഇവിടെയായിട്ട് ആരംഭം എന്ന് കൊടുത്തിരിക്കുന്നത് സോൾഡ് എക്സാമ്പിൾസ് ആണ്. ആൻഡ് ആഫ്റ്റർ വിച്ച് നമുക്ക് സ്കൂൾ ലെവൽ പ്രോബ്ലംസ് കാണാൻ പറ്റും. സോ ഇതാണ് സ്കൂൾ ലെവൽ പ്രോബ്ലംസിൻ്റെ. അപ്പോൾ വൺസ് നമ്മൾ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് സ്കൂൾ ലെവൽ പ്രോബ്ലംസ് ആണ്. ശേഷം നിങ്ങൾക്ക് ഈ ഫസ്റ്റ് എക്സസൈസിൽ നീറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അതിന് 4 ഓപ്ഷൻ, 1 ഓഫ് ഇറ്റ് ഇസ് റൈറ്റ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ടോപ്പിക് ബേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഇപ്പോൾ വാട്ട് ഈസ് ലിവിങ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാട്ട് ഈസ് ലിവിങ് എന്ന് പറയുന്ന ഫുൾ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, എക്സസൈസ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചു, അവിടുത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക് ചെയ്തു. അതിന് ശേഷം നിങ്ങൾ പഠിച്ച ശേഷം ഈ ടോപ്പിക്ക് പഠിച്ച ശേഷം ഒരു ടൈമർ വെച്ച് സെറ്റാക്കി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു 13 ക്വസ്റ്റ്യൻസ് വാട്ട് ഈസ് ലിവിങ് കംപ്ലീറ്റ് ചെയ്യുക. ശേഷം സൊല്യൂഷൻ ബുക്ക് നോക്കി അതിൻ്റെ ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ലൈക്ക് ദാറ്റ് ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ ഇവിടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ ചാപ്റ്റർ തീരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എക്സസൈസ് 1 ചെയ്യാൻ വേണ്ടി. എന്നാൽ എക്സസൈസ് 1ന് ശേഷം അപ്പോൾ ആദ്യം നിങ്ങൾ ക്ലാസ്സിനോടൊപ്പം കംപ്ലീറ്റ് ചെയ്യാനുള്ളത് എക്സസൈസ് 1 ആണ്. ശേഷം നമുക്ക് എക്സസൈസ് 2 ഉണ്ട്. ഇവിടെ നമുക്ക് കമ്പൈൻഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എക്സസൈസ് 2ഉം 3യും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ചാപ്റ്റർ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ച ശേഷം ഓരോ റിവിഷൻ്റെ സമയത്തും ചെയ്യുക. സോ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ലിവിങ് വേൾഡ് കഴിഞ്ഞു, ആ ചാപ്റ്റർ ഫുൾ കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ എക്സസൈസ് 2 ഒരു ദിവസം എടുത്ത് നിങ്ങൾ ചെയ്ത് തീർക്കുക. ശേഷം എക്സസൈസ് 3യിലേക്ക് നിങ്ങൾ എപ്പോൾ വന്നാൽ മതി, നിങ്ങൾ സെക്കൻഡ് റിവിഷന് ആ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ആനിമൽ കിങ്ഡം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇൻ ബിറ്റ്വീൻ നിങ്ങൾ ലിവിങ് വേൾഡ് ഒന്ന് റിവൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ചാപ്റ്റർ ഒന്ന് ജസ്റ്റ് വായിച്ചിട്ട് ഈ എക്സസൈസ് 3യിലെ ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യാം. ആക്ച്വലി നിങ്ങൾ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഫുള്ളായി ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ആൻഡ് യു ഹാവ് എക്സസൈസ് 4 ഓൾസോ വിച്ച് ഇസ് നീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് ഏറ്റവും അവസാനം നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ 4 എക്സസൈസസ് ആയിട്ട് ഓരോ ചാപ്റ്ററിലും നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനെ അലൈൻ ചെയ്തിരിക്കും. ഇതിൽ എക്സസൈസ് 1 നിങ്ങൾ ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ്സിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക. എക്സസൈസ് 2 ഫസ്റ്റ് റിവിഷനും എക്സസൈസ് 3 സെക്കൻഡ് റിവിഷനും എക്സസൈസ് 4 ഫോർത്ത് റിവിഷനുമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ടെക്സ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ആൻഡ് ദർ ഇസ് ഇനഫ് ക്വസ്റ്റ്യൻസ് ഫോർ യു. അതും എല്ലാം തന്നെ സിലബസ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഔട്ട് ഓഫ് സിലബസ് വരുന്നില്ല. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഹോൾ മെറ്റീരിയൽ പ്രാക്ടീസിന് യൂസ് ചെയ്യാം. അപ്പോൾ ക്ലാസ്സിനോടൊപ്പം നിങ്ങളുടെ മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് നീറ്റ് പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഹൈ സ്കോർ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് യു ഹാവ് ഇനഫ് ടൈം ഫോർ ഇറ്റ്. സോ ഡു ഇറ്റ് ആൻഡ് സീ യു വിത്ത് യെറ്റ് അനദർ വീഡിയോ. ബൈ.